അപ്പോൾ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാം ഹൗസിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. സോ ഇനി ഡെയിലി വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. അപ്പോൾ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെ അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോ ആയിട്ടാണുള്ളത്. സോ അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഐറ്റം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ ആ ഒരു സ്റ്റോറേജിൽ എന്ത് ഐറ്റമാണ് അതിനകത്ത് പെട്ടിക്കകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഐറ്റം ഫ്രെയിമിൻ്റെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെതറൊക്കെ യൂസ് ചെയ്ത് കുറച്ച് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നൈറ്റായി. സോ നമുക്ക് കിടന്നുറങ്ങിയതിന് ശേഷം നാളെ രാവിലെ കാര്യമായിട്ടുള്ളതെല്ലാം കാണിച്ചു തരാം ഗൈസ്, മെയിൻ പ്രോഗ്രസ്. അപ്പോൾ രാവിലെ ആയി, നമ്മൾ എണീറ്റിട്ടുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ ഫാം ഹൗസിലേക്ക് പോവാം. അവിടെ ഞാൻ കുറച്ചൊക്കെ ബാരലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം ഹൗസിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കാനുണ്ട്, പിന്നെ മുകളിലോട്ട് ഇങ്ങോട്ടൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ സ്റ്റിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും വെച്ചത് നമുക്ക് നിറയ്ക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാം. അപ്പം ആദ്യം തന്നെ ഇവിടെയൊക്കെ നമുക്കിനി ഐറ്റം ഫ്രെയിം വെച്ചതിന് ശേഷം അതിന് മുകളിലൊക്കെ ഓരോ സാധനങ്ങൾ വെക്കാനുണ്ട് കേട്ടോ. അപ്പം അതെന്തൊക്കെയാണ്, ഞാൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ എന്തൊക്കെയാണ് നിറച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വീറ്റ് ഇത്രയും നിറച്ചു, കാരണം അതിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീറ്റ്, പിന്നെ ക്യാരറ്റൊക്കെ കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്ടെങ്കിലും ഫുള്ള് നിറച്ചാലേ ഒരു രസമുള്ളൂ. അപ്പോൾ അത് നിറയ്ക്കാനുള്ളൊരു പണിയിലാണ് ഞാൻ. എനിക്ക് ഓരോന്നിലും ഓരോ സാധനങ്ങളായിട്ടാണ് വെക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ഞാൻ കുറയ്ക്കുന്നുണ്ട്. സീഡൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരുപാട് വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അങ്ങനെ കുറേ നമ്മളിങ്ങനെ വെക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ സീഡാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ സീഡൊക്കെ പല സ്ഥലത്തൊക്കെ വെച്ച് എനിക്ക് തന്നെ ഒരു പണിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നേരത്തെ ഇവിടെ ആയിട്ട് വെച്ചു. ഇവിടെ വെച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇവിടെയൊക്കെ ഇരുന്ന് സീഡൊക്കെ എടുത്തിട്ട് അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് വരാം. സോ നമ്മളതെല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോൾ നമുക്കിനി എല്ലാം സ്റ്റോർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഓരോ സ്റ്റാക്കായിട്ടാണല്ലോ വെക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. സോ ആ ഒരു ലെങ്ത്തിലല്ല, ആ ഒരു കണക്കിൽ നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി. പിന്നെ ഇങ്ങനെ കുറച്ച് റാൻഡമായിട്ട് പംകിൻ്റെയും മെലണിൻ്റെയും സീഡൊക്കെ ഉണ്ടായി. അതങ്ങനെ കൂടുതൽ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനതൊരു സാധാരണ എല്ലാം ഇടാൻ പറ്റുന്ന ഒരു പെട്ടി പോലത്തെ ഒരു പെട്ടിയിലാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനത്തെ ഷുഗർ കെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് തന്നെ വെക്കാമെന്ന്. അപ്പോൾ ഒരുപാട് കിട്ടുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ പെട്ടിയിലാക്കാം. ഇപ്പോൾ അതിന് വേണ്ടി മാത്രം ഒരു 2 പെട്ടി വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെല്ലാം സെറ്റാക്കി. പിന്നെ നമ്മുടെ പംകിൻ്റെയും അതുപോലെ തന്നെ മെലണിൻ്റെയും ഫാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതാണ് നമ്മുടെ ഫാം. അപ്പം ഇവിടെ അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും കൂടെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ആ ഒരു നമ്മുടെ ഫാം ഹൗസിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇപ്പോൾ എൻ്റെ പണി മൈൻക്രാഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഇതാണ് കേട്ടോ എൻ്റെ എപ്പോഴത്തെയും പണി. ഇങ്ങനെ കുറേ നമുക്ക് ആ ഒരു പെട്ടി നിറച്ചുണ്ടാക്കണമല്ലോ, അതൊരു പണി തന്നെയാണ്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളേക്ക് നല്ല ഷോർട്ട് വീഡിയോ ആണ്, കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഗെയ്സ്. ഞാൻ ഇവിടുന്ന് ഓരോ സാധനങ്ങൾ എടുക്കുന്നു, അതിനകത്ത് കൊണ്ട് വെക്കുന്നു. പിന്നെ വീഡിയോ ഇടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ സുഖു നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് കൂട്ടിലെപ്പോഴും ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തെടുക്കണം. ബൈ.